നിങ്ങൾക്കുണ്ടോ ധനയോഗം? ആരാണ് ധനം വേണ്ട എന്ന് പറയുന്നത്? ആരാണ് പണക്കാരൻ ആകണമെന്ന് ആഗ്രഹിക്കാത്തത്? ജാതകത്തിൽ ഇത് എങ്ങനെ മനസ്സിലാക്കാമെന്നറിയാൻ ധാരാളം വഴികളുണ്ട്. അതിൽ വളരെ സിമ്പിളായ ഒരു വഴി ഇവിടെ പറയാം. ഒരു ഫലം എടുക്കുന്നതിന് പലവിധ മാർഗങ്ങളുണ്ട്. ഒരു ഗ്രഹത്തെ മാത്രം ആശ്രയിച്ച് ഫലമെടുത്താൽ അത് പൂർണ്ണമാകണമെന്നില്ല. നമ്മൾ വളരെ ലഘുവായ അല്ലെങ്കിൽ ലളിതമായ ഒരു ഗ്രഹനില എങ്ങനെ ഇരിക്കണമെന്ന് പറയാം. അതായത് ലഗ്നാധിപതി രണ്ടാമിടത്തിൽ നിൽക്കുകയോ രണ്ടാമിടത്തിൻ്റെ അധിപതി ലഗ്നത്തിൽ നിൽക്കുകയോ ചെയ്താൽ ഇക്കൂട്ടർ വളരെയധികം ധനം സമ്പാദിക്കും. അപ്പോൾ ഈ രണ്ടാം അധിപതിയുടെ ദശാകാലമോ അല്ലെങ്കിൽ അത് നിൽക്കുന്ന നക്ഷത്രചാരത്തിൻ്റെ ദശാകാലമോ നടപ്പിൽ വരണം. അപ്പോഴായിരിക്കും ധാരാളം ധനം സമ്പാദിക്കുന്നത്.